ഹലോ ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുമ്പ് പാലത്തുള്ള ബേഗൂർ കോളനിയിലേക്കാണ് ഗായ്സ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് ഞങ്ങളെല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങിയതാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്ക് ബേഗൂർ കോളനിയിൽ പോയി അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ചെറിയ പോക്കറ്റ് റോഡാണ്. ഇനി ഞങ്ങൾക്ക് മെയിൻ റോഡിലേക്ക് എത്തണം. അവിടെ നിന്നാണ് കോളനിയിലേക്ക് പോവുക. അപ്പോൾ ഗായ്സ്, മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഗായ്സ് പോകുന്നത്. ഈവനിങ് ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ അവർക്കൊക്കെ ഒരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പം ഇങ്ങനെ നല്ല ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും മെയിൻ റോഡിലേക്ക് എത്താനായി ഗൈസ്. അപ്പോൾ ഇതാണ് മെയിൻ റോഡ്, ഇരുമ്പുപാലത്തുള്ള മെയിൻ റോഡാണിത്. ഇത് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പുറ സൈഡോ ഇപ്പുറ സൈഡൊക്കെ ഫോറസ്റ്റ് അല്ല, അപ്പുറവും ഇപ്പുറമൊക്കെ ഫോറസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അവിടെ ചെറിയ 2-3-4 പെട്ടിക്കട ഉണ്ട് ഗൈസ്. അപ്പോൾ അതിൽ ഒരു കട ഇവിടെ ഒരു യൂട്യൂബർ വന്ന് നല്ല ഫേമസ് ആക്കിയൊരു കടയാണ്. അവിടെ നല്ല കുലുക്കി സർബത്തൊക്കെ കിട്ടും ഗൈസ്. അപ്പം നല്ല ടേസ്റ്റാണ് അതൊക്കെ കുടിക്കാൻ. ഞാനൊരു വട്ടം ഇവിടുന്ന് കുടിച്ചായിരുന്നു. കുലുക്കി സർബത്തുണ്ട്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരള കർണാടക അതിർത്തിൻ്റെ ഒക്കെ കുറേ അടുത്തായിട്ടാണ് വരുന്നത്. എന്തെന്ന് വെച്ചാൽ തോൽപ്പെട്ടി, തിരുനെല്ലി അവിടെയൊക്കെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗൈസ്. പിന്നെ ഇവിടെ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്. അവിടെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. ഈ സമയത്തൊക്കെ പ്രത്യേകിച്ചും ആന ഉണ്ടാവും. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങളങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ അന്ന് വയനാട്ടിലൊരു ആനയുടെ ചവിട്ടേറ്റിട്ടൊരു മരണമുണ്ടായില്ലേ, അത് ഈ വശത്തായിരുന്നു ആന തമ്പടിച്ച സ്ഥലം. പിന്നെ ഇതാണ് ഈ കോളനീൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ആന ഉണ്ടായിരുന്നത്. അതിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അത് കർണാടകത്തിലേക്ക് പോയി. നമ്മുടെ ബേലൂർ മഗ്ന ആന ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോളനിയുടെ കുറുക്ക് വഴിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുള്ള് തേക്ക് മരങ്ങളാണ് ഇവിടെ കൂടുതലുമുള്ളത്. അപ്പോൾ കുറുക്ക് വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി കുറച്ചും കൂടി പോവാനുണ്ട്, എന്നാലേ കോളനിയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇവിടെ നൂറാങ്ക് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. ഈ നൂറാങ്ക് എന്ന് പറഞ്ഞാൽ ഈ 150-160ഓളം കിഴങ്ങുകൾ കൃഷി ചെയ്ത സ്ഥലമാണ് നൂറാങ്ക്. അപ്പോൾ അത് കുറേ കാണാനുണ്ടായിരുന്നു. ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ വിളവെടുപ്പൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കോളനിയിലേക്ക് കയറുകയാണ്. അവിടെ ഒരു പെട്ടിക്കട കണ്ടു. അങ്ങനെ കോളനിയുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ ചെറിയൊരു ചായക്കട കണ്ടു. അതുപോലെ തന്നെ അവിടെ ഇരിക്കാൻ വേണ്ടി കുറേ സ്റ്റൂളും കസേരയൊക്കെ ചെറിയ പുല്ലിൻ്റെ ഒരു സംഭവം കണ്ടു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. അപ്പോൾ കോളനിയിലേക്ക് കയറുന്ന റോഡൊക്കെ നല്ല ടാറിട്ട റോഡായിരുന്നു. അതുപോലെ തന്നെ അവിടെ വേറൊരു ചെറിയൊരു കടയും കൂടി കണ്ടു. ഒരു ചേച്ചി, ഒരു ആദിവാസി ചേച്ചി അതിൽ കൂടെ പോകുന്നുണ്ട്. പണി കഴിഞ്ഞ് പോവുകയാണ് ഗൈസ് അവരൊക്കെ. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കോളനി. ഇത് ബേഗൂർ കോളനിയാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ആദിവാസി കോളനി ആണെങ്കിൽ കൂടി അടുത്തടുത്തൊന്നും അങ്ങനെ വീടുകളൊന്നുമില്ല. കുറേ ഇടവിട്ടിട്ടാണ് വീടുകളൊക്കെ ഉള്ളത്. ആദ്യമൊക്കെ ആണെങ്കിൽ ആദിവാസി കോളനി എന്ന് പറയുമ്പോൾ
എന്താന്ന് വെച്ചാൽ അടുത്തടുത്തടുത്ത് വീടുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇവിടെ അങ്ങനെ വീടുകളൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ ദൂരമായിട്ടാണ് വീടുകളൊക്കെ കാണുന്നത്. പിന്നെയെന്ന് വെച്ചാൽ അവിടെ കണ്ടത്, അവിടെ കുറേ പയർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ വിത്ത് വിതച്ചിന്, അത് മുളച്ചിട്ടില്ല, അതും കൂടി കണ്ടു. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ചക്ക മരത്തിൽ കുറേ ചക്ക ഉണ്ട്. പിന്നെ ഇപ്പം ചക്ക സീസണാണല്ലോ, അതുകൊണ്ട് പിന്നെ എല്ലായിടത്തും ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്കും ഇഷ്ടം പോലെ ചക്കയെല്ലാം കിട്ടാനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പോൾ വന്ന വഴി കൂടെയാണ് കുറേ പോകണം. അപ്പോൾ ഞങ്ങൾ ഈ ചേച്ചീനോട് ചോദിക്കുകയായിരുന്നു എളുപ്പ വഴിയിൽ കൂടെ ഏതെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു തന്നു കേട്ടോ, ഇതിൽ കൂടെ പോയാൽ മതി. അപ്പോൾ അവിടെ ഒരു പുഴ ഉണ്ട്, ആ പുഴയും കടന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താമെന്ന് ചേച്ചി പറഞ്ഞു തന്നു കേട്ടോ. നല്ലൊരു ചേച്ചിയായിരുന്നു. ചേച്ചി വെള്ളത്തിനെന്തോ പോവുകയാണ്. പിന്നെ ഒരു ആദിവാസിയുടെ വീട് കാണിച്ചു തരാം. അപ്പോൾ അവർ പിന്നെ പണി വിട്ട് വന്നിട്ടേ ഉള്ളൂ, വന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നല്ല സ്വഭാവമായിരുന്നു, കയറി കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പണി വിട്ട് വന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് അവരുടെ വീട്. ഇത് പഴയൊരു വീടാണെന്ന് തോന്നുന്നു കാണുമ്പോൾ. അതുപോലെ തന്നെ ആ വീടിൻ്റെ മുന്നിൽ നല്ലൊരു പൂവുണ്ടായിരുന്നു, നമ്മളെ നിത്യകല്യാണി എന്നൊക്കെ പറയും ഈ പൂവ്, അത് കണ്ടു. അതുപോലെ തന്നെ ഫ്രാഷൻ ബൂട്ട് അവർ പന്തലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രാഷൻ ബൂട്ടിന്. അപ്പം അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവർ ഞങ്ങളോട് കുറച്ച് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വഴിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ പുഴയെത്തി. ഇനി ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറം കടന്നാലാണ് ഞങ്ങളെ വീട്ടിലേക്ക് പോകേണ്ട വഴി. ഞാനിവിടെയൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ് വരുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഒന്നും സ്ഥലമൊന്നും കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ, 2-3 വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ അല്ലായിരുന്നു താമസം, ഇപ്പോൾ വീട് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതാണ് അറിയാത്തത്. പണ്ട് നാൾ മുതൽ തന്നെ ഇവിടെയൊക്കെ താമസിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടെല്ലാം ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, നല്ല അടിപൊളിയാണ് കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ വെയിലായത് കൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു. ആ മഴയത്ത് കുറച്ച് വെള്ളം കൂടിയിന്, അത്രേ ഉള്ളൂ. എന്നാലും ഒഴുക്കൊന്നും ഇല്ല, ചെറുങ്ങനെ വെള്ളം അവിടെ ഇവിടെയൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. എന്നാലും ആ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളിയാണ് ഗൈസ് കാണാൻ. ഞാൻ ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് കുറച്ച് ഫോട്ടോസ് ഇടാം. നല്ല രസമാണ്, നല്ല അടിപൊളിയായി. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. അതുപോലെ തന്നെ വിനോദസഞ്ചാരി, അതുപോലെ തന്നെ വെക്കേഷനിൽ കുട്ടികളുമായിട്ടൊക്കെ ഇവിടെ വന്നാലും കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ വയനാട് ഈ വശം എന്നൊക്കെ പറയുന്നത് ഫുള്ള് വിനോദസഞ്ചാര കേന്ദ്രമാണ്. അങ്ങനെ ഞങ്ങൾ പുഴയിലെല്ലാം കുറച്ച് നേരം നിന്ന് പിന്നെ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല, എങ്ങനെയൊക്കെയോ തെരഞ്ഞു പിടിച്ച് പോവുകയാണ്. ഏതോ ഒരാളെ തോട്ടത്തിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് കറക്റ്റ് വഴിയൊന്നും അറിയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, വഴി കണ്ടുപിടിച്ച് പോവുക എന്നൊക്കെ പറയില്ല, അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. കുറേ കുന്നെല്ലാം ഉണ്ടായിരുന്നു കയറാൻ. കുറേ കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ കുന്നെല്ലാം കയറി കുറച്ചങ്ങെത്തിയപ്പോൾ അവിടെ ഒരു വീട് കണ്ടു. അങ്ങനെ ഞങ്ങൾ നേരെ കയറി ചെന്നത് ഒരു വീടിൻ്റെ മുറ്റത്താണ്. അപ്പോൾ ആ മക്കൾ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ അറിയാം, അതുകൊണ്ടാണ് അവരെ പുറകെ ഞങ്ങളും വന്നത്. പിന്നെ നല്ലൊരു ചക്ക മൂത്തിട്ടൊന്നുമില്ല, കുഞ്ഞി ചക്കയാണ്. അങ്ങനെ പുഴയെന്നാണ് തോന്നുന്ന ഒരു പൈപ്പ് ഇട്ടിട്ടുള്ളത്. ഒരു പൈപ്പും ഞങ്ങളവിടെ കണ്ടു. അങ്ങനെ ഞങ്ങളങ്ങനെ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് കയറി ചെന്നു. മോനെല്ലാം കുന്നുകയറി മടുത്തു. അപ്പം നിന്നിട്ടാണ് ആള് കയറുന്നത്.
അപ്പോൾ അവിടെ ആടിനെ കണ്ടു. 2-3 ആടുണ്ട് കൂട്ടിൽ. അപ്പോൾ ഓനക്ക് കണ്ടപ്പോൾ ആടിനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഓൻ വരുന്നുണ്ടായത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ റോട്ടിലേക്ക് എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഓനക്കാണ് ഭയങ്കര സന്തോഷം. ഇതെല്ലാം അവനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ മക്കൾക്ക്. അപ്പോൾ ഓനക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടെത്താറായി ഗൈസ്. അപ്പോൾ എൻ്റെ ഞാൻ വോയിസ് ഓവർ കൊടുത്തതിൽ എന്തെങ്കിലും ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ബൈ, ടാറ്റാ.